നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളി റിമാൻഡിലേക്ക്. ബോബി ചെമ്മണ്ണൂരിനെ കോടതി റിമാൻഡ് ചെയ്തു. ബോബി വിദേശത്തേക്ക് ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പോലീസ്. വിവരങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഉമേഷ്, ചടുലമായ പോലീസിന്റെ നീക്കം, ദ്രുതവേഗത്തിലുള്ള നീക്കം, അതിനുശേഷമുള്ള തുടർ നടപടികളിലെല്ലാം പഴുതടച്ചുള്ള നീക്കം, ഒടുവിലിതാ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നു. ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലാകുന്നു. ഇപ്പോൾ എന്തൊക്കെ? അജിംഷാദ്, വളരെ വേഗം തന്നെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ നടപടികളിലേക്കൊക്കെ പൂർത്തിയാക്കുകയാണ് പോലീസ്. ഇന്നലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുക്കുന്നു, ഇന്നലെ വൈകിട്ടോടെ എറണാകുളത്ത് എത്തിക്കുന്നു. 7 മണിക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഏതാണ്ട് 24 മണിക്കൂർ സമയം പോലീസിന് മുൻപാകെയുണ്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ. അതുകൊണ്ട് ഇന്നലെ മുഴുവൻ ബോബി ചെമ്മണ്ണൂർ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കഴിഞ്ഞത്. അതിനുശേഷം ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഒരു 12 മണിക്ക് ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കി കോടതിയിലേക്ക് എത്തിച്ചത്. കോടതിയിലെത്തിച്ച ശേഷം ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയും കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അതുമായി ബന്ധപ്പെട്ട കേസ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയത്. ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യം. എന്നാൽ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അഭിഭാഷകർ ഹാജരായി ജാമ്യാപേക്ഷ സമർപ്പിച്ച് ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യത്തിൽ വിടണം എന്ന് പ്രതിഭാഗവും ആവശ്യപ്പെട്ടു. ബോബി ചെമ്മണ്ണൂർ ചെയ്തത് വലിയ കുറ്റകൃത്യം അല്ല, ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പരാതിക്കാരി തന്നെ ആദ്യഘട്ടത്തിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം. വലിയ ഒരുപാട് ബിസിനസ്സൊക്കെ നടത്തുന്നയാളാണ്, അതുകൊണ്ട് എങ്ങോട്ടും പോകില്ല. മാത്രമല്ല തൻ്റെ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് താൻ അന്വേഷണവുമായി സഹകരിക്കും, തനിക്ക് ജാമ്യം നൽകണം എന്നൊക്കെ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെല്ലാം ശക്തമായി എതിർക്കുകയാണുണ്ടായത്. റിമാൻഡ് റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചു. ആ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ കോടതിയിൽ പ്രോസിക്യൂട്ടർ വാദമായി ഉന്നയിക്കുകയും ചെയ്തു. ബോബി വിദേശത്തേക്ക് ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടി. വിദേശത്തും മറ്റും ബിസിനസ് നടത്തുന്നുണ്ട്, ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കും, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനും ഒക്കെ സാധ്യതയുണ്ട്. ഈ പരാതിക്കാരിയുടെ സുരക്ഷയെ കരുതി ഒരിക്കലും ജാമ്യം അനുവദിക്കരുത്, പരാതിക്കാരിയെ അപായപ്പെടുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രതിയുടെ പാസ്പോർട്ട് അടക്കം കസ്റ്റഡിയിൽ എടുക്കണം എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വലിയ കുറ്റകൃത്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിതയിലെ 75(1) വകുപ്പ് എന്ന് പറയുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് അവരെ ഒരിക്കലും ജാമ്യം നൽകരുത് എന്നുള്ളത് തന്നെയാണ് ആ നിയമത്തിൽ വിവക്ഷിക്കുന്നത്. അതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ ആ നിയമം തന്നെ അപ്രസക്തമാകുന്ന സാഹചര്യം ഉണ്ടാകും, തെറ്റായ സന്ദേശം നൽകും. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്, റിമാൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ഈ ആവശ്യം കോടതി അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ വിധി കേട്ട ശേഷം ചില നാടകീയ രംഗങ്ങൾ കോടതിക്കുള്ളിൽ നടന്നല്ലോ ഉമേഷ്. ഈ വിധി പ്രഖ്യാപിക്കുന്നു, വിധിക്കുന്നു കോടതി. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെ ഒക്കെ വെട്ടിക്കൊണ്ട് സർക്കാർ അഭിഭാഷകൻ കൃത്യമായ വാദങ്ങൾ നിരത്തുന്നു. കോടതിക്ക് അംഗീകരിക്കേണ്ടിരുന്ന സാഹചര്യം. അങ്ങനെയാണ് റിമാൻഡ്, ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് റിമാൻഡിലേക്ക് വിടുന്നത്. ഈ ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂർ കുഴഞ്ഞു വീണതടക്കമുള്ള നാടകീയ രംഗങ്ങൾ എങ്ങനെയാണ് ഉമേഷ് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ? അതെ അജിംഷാദ്, അതായത് ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ സമയം ബോബി ചെമ്മണ്ണൂർ ആ കോടതിയിൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു, വിവാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് കോടതി ബോബി ചെമ്മണ്ണൂരിനെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആ ജാമ്യാപേക്ഷ തള്ളി ഉത്തരവിട്ടത്. ആ ഉത്തരവ് വന്ന ആ സെക്കൻഡിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂർ ആ കോടതി മുറിയിൽ തന്നെ തല കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ ബെഞ്ചിൽ കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ബോബി ചെമ്മണ്ണൂരിനെ പിന്നീട് ബോബി ചെമ്മണ്ണൂരുമായി അടുത്ത ആളുകളും ഒപ്പം പോലീസടക്കം ബോബി ചെമ്മണ്ണൂരിനെ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഓഫീസ് മുറിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ഏതാണ്ട് 1 മണിക്കൂറോളം വിശ്രമത്തിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഉണ്ടായത്. ഇതിനുശേഷം മജിസ്ട്രേറ്റ് തന്നെ നിർദ്ദേശിച്ചു, അങ്ങനെയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക, അവിടെ ഡോക്ടർമാർ പരിശോധിച്ച ശേഷം അതിനനുസരിച്ച് തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശം. ഇതനുസരിച്ചാണ് ഏതാണ്ട് 1 മണിക്കൂർ നേരം കോടതിയിൽ വിശ്രമിച്ച ശേഷം ബോബി ചെമ്മണ്ണൂരിനെ
അല്പം മുമ്പ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇവിടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാർ പരിശോധിച്ച് വരികയാണ്. രക്തസമ്മർദ്ദത്തിലൊക്കെ വ്യത്യാസമുണ്ടായിരുന്നു എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതെല്ലാം ഡോക്ടർമാർ പരിശോധിക്കുകയാണ്.